ഹലോ ഹായ് നമസ്കാരം. ഇതൊരു ചെറിയ യാത്രയാണ്. ഈ ചെറിയ യാത്ര ചെന്നെത്തുന്നത് വലിയൊരു യാത്രയുടെ തുടക്കത്തിലാണ്. പക്ഷേ ആ വലിയ യാത്ര അത് നിങ്ങളെ കാണിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശത്തിനേക്കാൾ കൂടുതൽ എനിക്ക് ആ യാത്ര എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വലിയ യാത്രയ്ക്ക് മുമ്പുള്ള ചെറിയ യാത്രയാണത്. ഇതൊരു ചെറിയ വീഡിയോ ആയി തന്നെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ മാമൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. നീരേറ്റുപുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്ത് അദ്ദേഹത്തിനൊരു വീട്ടിൽ പ്രായമായിട്ടുള്ളൊരു അപ്പച്ചനുണ്ട്. പുള്ളിക്കാരനെ നോക്കുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, പിന്നെ ഞങ്ങളുടെ അമ്മൂമ്മയുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ താമസിക്കുന്ന അതിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട്. മണിമലയാറിൻ്റെ തീരത്താണ് ആ വീട് വരുന്നത്. ഭയങ്കര രസമാണ്. അവിടെയായിരുന്നു ഞങ്ങളുടെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ആ സ്ഥലത്തേക്ക് പുറപ്പെട്ട് ഞാൻ അവിടെ ചെന്ന് കുറച്ചധികം ദിവസങ്ങൾ അവിടെ ഉണ്ടാവും. അതിന് ശേഷം ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് ഇപ്രാവശ്യം. അതാണ് ആ വലിയ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീരേറ്റുപുറം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് നല്ല രസമുള്ള ചില കാര്യങ്ങളുണ്ട്. മുട്ടാർ എന്ന് പറയുന്നൊരു പ്രദേശം. അത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഗൂഗിൾ മാപ്പ് എന്നെ ആ വഴി കൊണ്ടെത്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് കണ്ടത്. സംഭവം വരുന്നത് നമ്മൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് കയറി ചങ്ങനാശ്ശേരി എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് വലതുവശത്തേക്ക് ഒരു പാലം പണിതിട്ടുണ്ട്. മുമ്പ് അതിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ പണിയൊക്കെ പുരോഗമിച്ചതിന് ശേഷം ഞാൻ ആ വഴി പോയിട്ടില്ല. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് കൂടുതലും ആ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പാലമുണ്ട്. ആ പാലം കയറി മുട്ടാർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്ക് വരും. രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു റോഡാണ്. ആ റോഡ് വഴി കയറി നീരേറ്റുപുറത്തേക്ക് എത്താം. അപ്പം അതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. എന്തായാലും അങ്ങോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചത് ഒരു നട്ടപ്രാന്തം വെയിലത്തായിരുന്നു. സത്യത്തിൽ എനിക്ക് വെളുപ്പാങ്കാലത്ത് എണീറ്റ് പോയാൽ മതി. പക്ഷെ അത് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എപ്പോൾ കത്തും എപ്പോൾ കെടും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലൈറ്റ് കത്തും, പക്ഷേ പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും. ഹൈ ബീം ഇട്ട് ഓടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലോ ബീം ഇട്ട് നമ്മൾ സാധാരണ പോലെ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണിത് ഓഫാവുക എന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കൊരു യാത്ര ഉണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരെല്ലാവരും കാറിലും ഞാൻ പുറകിൽ ബൈക്കിലുമായിരുന്നു. അപ്പോൾ ആ കാർ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് കുറേ റബ്ബറും തോട്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളവ് തിരിയുമ്പോൾ ചടേന്ന് ഈ ലൈറ്റ് അങ്ങ് ഓഫാവുക. ലൈറ്റ് ഓഫാവുമെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ല, കട്ട് ഓഫാണ്. മുന്നിൽ എന്താണെന്ന് അറിയാതെ ലോക്കായി പോകുന്നൊരവസ്ഥ. അയ്യോ, ഞാനൊന്ന് വിറച്ചത്. എന്നിട്ട് അവസാനം ഫോൺ വെക്കാനുള്ള ഹോൾഡർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. ഈ മറ്റേ ലൈറ്റ് എന്തായാലും കത്തും, പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഇത് വളവാണോ തിരിവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് രാത്രി യാത്ര അല്ലെങ്കിൽ ലൈറ്റ് കുറവുള്ള സമയത്തുള്ള യാത്ര വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ലാതെ ഞാൻ ഈ നട്ടുച്ചയ്ക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. നല്ല വെയിൽ, എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്ക്, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് നടക്കില്ല. പക്ഷേ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. എന്തായാലും അങ്ങനെ വെയിലും കൊണ്ട് യാത്ര ചെയ്ത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ചെന്നിട്ട് എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ മകനുണ്ട്, രണ്ടാമത്തെ മകൻ അപ്പു. അവനെ പിക്ക് ചെയ്യണം. കലവൂരിൽ നിന്നാണ് അവനെ പിക്ക് ചെയ്യേണ്ടത്. അവനെ പിക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ആ റോഡ് കയറി നല്ല രസമുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ ബൈക്ക് യാത്ര അല്ലെങ്കിൽ കാർ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്തായാലും ഒന്ന് കയറണം. പക്ഷേ ഇത്തവണ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ വളരെ രസമുള്ളൊരു ഓർമ്മയായിരുന്നു അത്. നല്ല ഉഗ്രം മഴ കിട്ടി ഞങ്ങൾക്ക്. മഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള സംഭവമാണ്. ഞങ്ങളവിടെ സൈഡിൽ കയറി ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുകയുണ്ടായി.
അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന വിഷ്വൽസ്. പിന്നെ എനിക്ക് അധികം കാര്യങ്ങളായിട്ട് പറയണമെന്നില്ല. നിങ്ങൾ ആ വിഷ്വൽസ് കാണുക എന്നുള്ളതാണ്. മുട്ടാറിലേക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ സംഭവം ഭയങ്കര രസമാണ്. 2 സൈഡിലും തോടോ കൃഷിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. അവിടെ സെൽഫി പോയിൻ്റ് ഉണ്ട്, രസമുള്ള കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഞങ്ങളിതേ നീരേറ്റുപുറത്തേക്ക് എത്തി. അവിടെ നിന്ന് മാമൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ചക്കുളത്തുകാവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന പാലമാണ് നീരേറ്റുപുറം പാലം. ആ പാലം ഇറങ്ങി വരുന്ന സ്ഥലമാണ് നീരേറ്റുപുറം. അവിടെ നിന്ന് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് എത്തി. ഒരു ചെറിയ ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. എന്തായാലും ആ വീട്ടിലെത്തി. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിമലയാറാണ്. ഈ സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് ഈ നല്ല കുഞ്ഞ് മനുഷ്യന്മാരോടൊപ്പം ഞാനും കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അടുത്തൊരു ട്രാവൽ വീഡിയോ ഉടനെ തന്നെ കാണാം. നിങ്ങൾ ലാസ്റ്റ് വീഡിയോയ്ക്ക് എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. അപ്പോൾ ഇനിയും അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.